ചേരുന്നുണ്ട് കൃഷ്ണരാജ്. ശരി സാനു, ഞാൻ മടങ്ങി വരാം. ശിവദാസ് കർമ്മനം കൂടി ചേരുന്നുണ്ട്. ശിവദാസ്, ഈ അൻവറിനെ അത്ര പെട്ടെന്ന് എഴുതിത്തള്ളാനാവുന്നില്ല എന്ന് തോന്നിപ്പിക്കുന്നുണ്ട്. ജയിക്കുമോ എന്നതല്ല, പക്ഷേ UDFന് വലിയ തോതിൽ ആഘാതമുണ്ടാക്കാൻ ആദ്യ മിനിറ്റുകളിൽ തന്നെ അൻവറിന് കഴിയുന്നു എന്നത്. അതായത് സതീശനിസത്തെ ചോദ്യം ചെയ്ത അൻവറിന് ഇപ്പോഴും സതീശനു നേരെ വിരൽ ചൂണ്ടി നിൽക്കാനാകുന്നുണ്ട് എന്ന് തോന്നിപ്പിക്കുന്നുണ്ടോ ആദ്യ റൗണ്ടുകളിലെ അൻവറിന്റെ വോട്ടുകൾ? തീർച്ചയായും കൃഷ്ണരാജ് സൂചിപ്പിച്ചതുപോലെ തന്നെ ഈ രണ്ടാം റൗണ്ട് ഏകദേശം എണ്ണിക്കഴിയാറായിട്ടുണ്ട്. ഈ രണ്ടാം റൗണ്ട് വോട്ടുകൾ എണ്ണിക്കഴിയുമ്പോൾ അൻവർ മോശമല്ലാത്ത രീതിയിൽ തന്നെ വോട്ടുകൾ പിടിച്ചിട്ടുണ്ട്. 4000-ൽ കൂടുതൽ വോട്ടുകൾ ഈ രണ്ട് റൗണ്ടുകളിൽ കൂടി അൻവർ പിടിച്ചിട്ടുണ്ട്. പ്രത്യേകിച്ച് വഴിക്കടവ് പഞ്ചായത്ത് എന്ന് പറയുമ്പോൾ അത് PV അൻവറിന് കൂടി സ്വാധീനമുള്ള ഒരു മേഖല കൂടിയാണ്. PV അൻവറിന് ഏറ്റവും കൂടുതൽ സ്വാധീനമുള്ള ഒരു മേഖല കൂടിയാണ്. അതുകൊണ്ട് തന്നെ ഏറ്റവും കൂടുതൽ PV അൻവർ വോട്ട് പിടിക്കുന്നത് ഈ പഞ്ചായത്തുകളിൽ ആകും എന്നുള്ള ഒരു നിഗമനം നേരത്തെ തന്നെ ഉണ്ടായിരുന്നു. അത് കൃത്യമായി തന്നെ പ്രതിഫലിക്കുന്നതാണ് ഇപ്പോൾ പുറത്തു വരുന്ന ഈ കണക്കുകൾ. 4000-ൽ കൂടുതൽ വോട്ടുകൾ അൻവർ ഈ രണ്ട് റൗണ്ടുകളിൽ നിന്നും മാത്രമായി പിടിച്ചെടുത്തിട്ടുണ്ട്. 7000-ൽ കൂടുതൽ വോട്ടുകളാണ് നിലവിൽ ആര്യാടൻ ഷൗക്കത്ത് പിടിച്ചിരിക്കുന്നത്. 6000-ഓളം വോട്ടുകൾ, 1400-ൽ കൂടുതൽ വോട്ടുകൾ M സ്വരാജ് പിടിച്ചിട്ടുണ്ട്. അതായത് 1000-ൽ കൂടുതൽ മാത്രമാണ് ഇപ്പോൾ നിലവിൽ UDF സ്ഥാനാർത്ഥിയുടെ ഭൂരിപക്ഷം എന്ന് പറയുന്നത്. അതോടൊപ്പം തന്നെ 1200-ഓളം വോട്ടുകൾ NDA സ്ഥാനാർത്ഥിയും ഈ രണ്ട് റൗണ്ടുകൾ എണ്ണിക്കഴിഞ്ഞപ്പോൾ ഇവിടെ നിന്നും NDA സ്ഥാനാർത്ഥിക്ക് ലഭിച്ചിട്ടുണ്ട്. കഴിഞ്ഞ തവണ 1346 വോട്ടുകൾ മാത്രമാണ് NDA സ്ഥാനാർത്ഥിക്ക് ഈ വഴിക്കടവ് പഞ്ചായത്തിൽ നിന്നും ആകെ ലഭിച്ച വോട്ടുകൾ. പക്ഷേ ഇപ്പോൾ രണ്ട് റൗണ്ടുകൾ മാത്രം പൂർത്തിയാകുമ്പോൾ 1100-ൽ കൂടുതൽ വോട്ടുകൾ NDA സ്ഥാനാർത്ഥിക്ക് ലഭിച്ചു എന്ന് പറയുമ്പോൾ ഈ പഞ്ചായത്തിൽ സ്വാഭാവികമായും കൃത്യമായ ഒരു അടിത്തറ NDAക്ക് ഉണ്ടാക്കാൻ കഴിഞ്ഞിട്ടുണ്ട് എന്നുള്ളത് വളരെ വ്യക്തമാണ്. അതോടൊപ്പം തന്നെ ഈ PV അൻവറിൻ്റെ ഒരു സ്വാധീനം എന്നും ഉള്ളതും ഒരു പ്രധാനപ്പെട്ട ഒരു ഘടകം തന്നെയാണ്. കാരണം അതുകൊണ്ട് തന്നെ വരും മണിക്കൂറുകളിൽ കൃത്യമായി ഫലം പ്രവചിക്കാൻ കഴിയാത്ത ഒരു സാഹചര്യം കൂടിയാണ് നിലവിൽ ഉള്ളത്. പ്രത്യേകിച്ച് ഈ PV അൻവറിൻ്റെ ഒരു ഫാക്ടർ അത് എത്രത്തോളം പ്രതിഫലിക്കും എന്നുള്ളത് നമുക്ക് തുടർ റൗണ്ടുകൾ കൂടി എണ്ണിക്കഴിയുമ്പോൾ മാത്രമേ വ്യക്തമാകൂ. കാരണം ആദ്യ റൗണ്ടുകളിൽ കൃത്യമായി തന്നെ ഒരു അൻവർ ഘടകം ഇവിടെ പ്രവർത്തിച്ചിട്ടുണ്ട് എന്നുള്ളത് വ്യക്തമാക്കുന്നതാണ് ആദ്യ റൗണ്ടുകളിലെ ഫലം വരുന്നത്. കാരണം UDFന് ഏറ്റവും കൂടുതൽ സ്വാധീനമുള്ള ഒരു പഞ്ചായത്ത് കൂടിയാണ് വഴിക്കടവ് പഞ്ചായത്ത്. വഴിക്കടവിൽ കഴിഞ്ഞ കാലങ്ങളായി UDFൻ്റെ അടിത്തറ ശക്തമായൊരു പഞ്ചായത്ത്. അത് പ്രത്യേകിച്ച് മുസ്ലിം ലീഗിന് കൂടുതൽ സ്വാധീനമുള്ള ഒരു പഞ്ചായത്താണ് വഴിക്കടവ് പഞ്ചായത്ത്. ആ പഞ്ചായത്തിൽ ഇപ്പോൾ UDF അവർ പ്രതീക്ഷിച്ച അത്രത്തോളം ഭൂരിപക്ഷം അവർക്ക് ലഭിച്ചിട്ടില്ല. 1000-ന് തൊട്ടടുത്തുള്ള ഒരു ഭൂരിപക്ഷം മാത്രമാണ് അവർക്ക് ലഭിച്ചിട്ടുള്ളത്. അതുകൊണ്ട് തന്നെ UDF ക്യാമ്പ് അത്ര വലിയ ആത്മവിശ്വാസത്തിലല്ല. കാരണം ഈ വഴിക്കടവ് പഞ്ചായത്ത്, തൊട്ടടുത്ത് വരുന്ന മൂത്തേടം പഞ്ചായത്ത്, അതിനുശേഷം വരുന്ന എടക്കര പഞ്ചായത്ത്, ഈ പഞ്ചായത്തുകളിൽ നിന്നെല്ലാം തന്നെ വലിയ ഒരു ഭൂരിപക്ഷമാണ് UDF പ്രതീക്ഷിക്കുന്നത്. അങ്ങനെയെങ്കിൽ മാത്രമേ അവർ പ്രതീക്ഷിച്ച തരത്തിലേക്കുള്ള ഒരു വിജയം ഇവിടെ ഉണ്ടാകൂ. കാരണം അതിനുശേഷം വരുന്ന പഞ്ചായത്തുകൾ എന്ന് പറയുന്നത് പോത്തുകൽ പഞ്ചായത്തും ചുങ്കത്തറ പഞ്ചായത്തും കരുളായി പഞ്ചായത്ത്, നിലമ്പൂർ നഗരസഭ, അമരമ്പലം പഞ്ചായത്ത് എന്നിവയാണ്. ഇവിടെയെല്ലാം തന്നെ LDFന് അടിത്തറയുള്ള ഒരു പഞ്ചായത്തുകളാണ്. ഇനി തുടർ മണിക്കൂറുകളിൽ അവിടേക്ക് വോട്ടെണ്ണൽ പോകുമ്പോൾ അല്ലെങ്കിൽ ആ റൗണ്ടുകൾ എണ്ണുമ്പോൾ അത് സ്വാഭാവികമായും LDFന് അനുകൂലമായി വരാനുള്ള ഒരു സാധ്യത നിലനിൽക്കുന്നുണ്ട്. അതുകൊണ്ട് തന്നെ ആദ്യ റൗണ്ടുകളിൽ UDFന് വലിയൊരു മേൽക്കൈ ഉണ്ടാകും എന്നൊരു കണക്കുകൂട്ടലിലാണ് UDF ക്യാമ്പ് ഉണ്ടായിരുന്നത്. എന്നാൽ നിലവിൽ നമുക്കറിയാം ആദ്യ രണ്ട് റൗണ്ടുകൾ പൂർത്തിയായപ്പോൾ UDFന് വലിയൊരു മേൽക്കൈ ഉണ്ടായിട്ടില്ല. 1401 വോട്ടുകൾ മാത്രമാണ് നിലവിൽ UDFൻ്റെ സ്ഥാനാർത്ഥി ആര്യാടൻ ഷൗക്കത്തിൻ്റെ ഭൂരിപക്ഷം എന്നുള്ളതാണ് നമുക്ക് ഏറ്റവും ഒടുവിൽ നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത്. രണ്ട് റൗണ്ടുകൾ എണ്ണിക്കഴിഞ്ഞപ്പോഴാണ് ഇത്തരത്തിലുള്ള ഭൂരിപക്ഷം ആര്യാടൻ ഷൗക്കത്തിന് ലഭിച്ചിരിക്കുന്നത്. അതായത് ഒരു റൗണ്ടിൽ നിന്ന് മാത്രം 1000-നടുത്ത് അല്ലെങ്കിൽ 800-നും 1000-നും അടുത്തുള്ള ഭൂരിപക്ഷം ഒരു റൗണ്ടുകളിൽ നിന്ന് മാത്രം എണ്ണിക്കഴിയുമ്പോൾ ലഭിക്കും എന്നുള്ള ഒരു കണക്കുകൂട്ടലിലായിരുന്നു UDF ക്യാമ്പ് ഉണ്ടായിരുന്നത്. എന്നാൽ അത്രത്തോളം അവർക്ക് ലഭിച്ചിട്ടില്ല. രണ്ട് റൗണ്ടുകൾ എണ്ണിക്കഴിഞ്ഞപ്പോൾ 1400 വോട്ടിന്റെ മാത്രം ഭൂരിപക്ഷമാണ് ഇപ്പോൾ നിലവിൽ. 1453 വോട്ടുകൾക്ക് ആര്യാടൻ ഷൗക്കത്ത് മുന്നിലാണ് ആദ്യ രണ്ട് റൗണ്ടുകൾ എണ്ണിക്കഴിയുമ്പോൾ. സ്വരാജ് പിന്നിലുണ്ട്. മൂന്നാമത് PV അൻവറിന്റെ സ്വാധീനം ഇപ്പോഴും നിലമ്പൂർ മണ്ഡലത്തിലുണ്ട് എന്ന് തോന്നിപ്പിക്കുന്നതാണ് ആ വോട്ട് കണക്ക്. ഒറ്റയ്ക്ക് മത്സരിച്ചിട്ടും അൻവറിന് ആര്യാടന് ഭീഷണി ഉയർത്താൻ കഴിയുന്നുണ്ട്. അതായത് അത് വോട്ടിന്റെ എണ്ണത്തിലല്ല, എന്തുകൊണ്ട് ആര്യാടൻ ഷൗക്കത്തിനെ മാറ്റണമെന്ന് അൻവർ പറഞ്ഞുവോ അതിനുത്തരമായി ഈ വോട്ടുകൾ മാറുന്നുണ്ടോ എന്ന ചോദ്യമാണ് ഇപ്പോൾ സജീവമാകുന്നത്. വീണ്ടും സാനു കെ സജീവ് ഒപ്പം ചേരുന്നുണ്ട്. സാനു,
വലിയ ഭൂരിപക്ഷം പ്രതീക്ഷിച്ചിരുന്ന ആദ്യ റൗണ്ടുകളിൽ UDFന് മുന്നേറാനാകുന്നുണ്ട്, പക്ഷേ പ്രതീക്ഷിച്ച പോലെ മുന്നേറാനാകുന്നില്ല. അതായത് ഇപ്പോൾ ലീഡിലും UDF മുന്നിലാണ്, ആശങ്കയിലും അവർ തന്നെ മുന്നിലാണ്, അല്ലേ? വരുമ്പോഴത്തേനും വളരെ കൗതുകമുണർത്തിക്കൊണ്ടാണ് ഇവിടുത്തെ വോട്ടെണ്ണൽ മുന്നോട്ട് പോകുന്നതെന്ന് തന്നെ വേണം നമുക്ക് പറയാനായിട്ട്. അതായത് നിലവിൽ വലിയ ഭൂരിപക്ഷം, വലിയ മുന്നേറ്റം UDF ഇവിടെ ഉണ്ടാക്കും എന്ന് പറഞ്ഞ് നേതൃത്വം തെരഞ്ഞെടുപ്പ് പ്രഖ്യാപനം മുതൽ തന്നെ വലിയ മുന്നേറ്റം നിലമ്പൂരിൽ ഉണ്ടാക്കും, വലിയ ഒരു ഭൂരിപക്ഷത്തോടുകൂടി വിജയിക്കുമെന്നൊക്കെ വീമ്പിളക്കിയെങ്കിലും അതിനത്രയും ഒത്തു വളർന്നിട്ടില്ല, അല്ലെങ്കിൽ മുന്നോട്ട് പോകാൻ സാധിച്ചിട്ടില്ല എന്നാണ് നിലമ്പൂരിൽ നിന്നും ആദ്യ മണിക്കൂറുകളിൽ വരുന്ന പല സൂചനകളിൽ നിന്നും നമുക്ക് വ്യക്തമാകുന്നത്. അതായത് നിലമ്പൂരിൽ UDFന് കാലിടറുമ്പോഴത്തേനും കാലുറപ്പിക്കുന്നത് PV അൻവറാണ്. PV അൻവർ വോട്ട് കൊണ്ടുപോയിട്ടുണ്ട്. അതേപോലെ തന്നെ വഴിക്കടവിൽ NDAയും മെച്ചപ്പെടുത്തിയിട്ടുണ്ട് എന്ന് തന്നെയാണ് നമുക്ക് ആദ്യ മണിക്കൂറുകളിൽ നിന്നും വ്യക്തമാകുന്നത്. അതായത് UDF സ്ഥാനാർത്ഥിക്ക് 11,010 വോട്ടാണ് ഈ ആദ്യ മണിക്കൂറുകളിൽ ലഭിച്ചിട്ടുള്ളത്. അതേപോലെ തന്നെ തൊട്ട് പിന്നിൽ LDF സ്ഥാനാർത്ഥിയായിട്ടുള്ള M സ്വരാജ് 9,657 വോട്ടുകളുമായി തൊട്ട് പിന്നിലുണ്ട്. മൂന്നാം സ്ഥാനത്ത് PV അൻവർ തന്റെ സാന്നിധ്യം ഉറപ്പിച്ചിരിക്കുകയാണ്. 4,119 വോട്ടുമായിട്ട് PV അൻവർ മൂന്നാമത് നിൽക്കുമ്പോൾ നിലമെച്ചപ്പെടുത്തിക്കൊണ്ട്, നാലാമതെങ്കിലും നിലമെച്ചപ്പെടുത്തിക്കൊണ്ട് 1,464 വോട്ടുമായിട്ട് NDAയും ഒരു ശക്തമായിട്ടുള്ള പോരാട്ടം ഈ നിലമ്പൂരിൽ നടത്തുകയാണ്. മുൻകാലങ്ങളിലൊന്നും NDA ആദ്യഘട്ടത്തിൽ ഇത്രയും അധികം വോട്ട് ഈ വഴിക്കടവിൽ നിന്നടക്കം സമാഹരിച്ചിട്ടില്ല. അതിൽ നിന്നെല്ലാം വ്യത്യസ്തമായിക്കൊണ്ട് വികസിത നിലമ്പൂർ എന്ന് പറഞ്ഞ് തെരഞ്ഞെടുപ്പിലേക്ക് ഇറങ്ങിയ NDAയും നിലമ്പൂരിൽ സാന്നിധ്യമാകുന്നു, വഴിക്കടവിൽ സാന്നിധ്യമാകുന്നു. ഇനിയും എണ്ണാനുള്ള പ്രദേശങ്ങൾ, മറ്റ് പഞ്ചായത്തുകളിലേക്കൊക്കെ വോട്ടെണ്ണി തുടങ്ങുമ്പോഴത്തേന് ഏത് നിലയിലാണ് പുരോഗമിക്കുക കാര്യങ്ങൾ എന്ന് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുള്ളൂ. ആ പ്രദേശങ്ങളിൽ എത്രത്തോളം PV അൻവറിന്റെ എഫക്റ്റ് ഉണ്ടായിട്ടുണ്ട്, അദ്ദേഹത്തിന്റെ സാന്നിധ്യം ഉണ്ടായിട്ടുണ്ട്, അദ്ദേഹം എത്രത്തോളം വോട്ട് വേടും, അതേപോലെ തന്നെ NDA സ്ഥാനാർത്ഥി എത്രത്തോളം സാന്നിധ്യമാകും എന്നൊക്കെ കണ്ട് മനസ്സിലാക്കിയാൽ മാത്രമേ ഇതിന്റെ ഒരു അന്തിമ ഫലം എങ്ങനെയായിരിക്കും എന്നുള്ളത് നമുക്കൊന്ന് അനുമാനിക്കാൻ സാധിക്കുള്ളൂ. ഇത് ആദ്യ മണിക്കൂറിലെ ഫല സൂചനകൾ മാത്രമാണ്. നിലവിൽ ഇനി എടക്കര പഞ്ചായത്ത് എണ്ണാനുണ്ട്, പോത്തുകല്ല എണ്ണാനുണ്ട്. ഈ പ്രദേശങ്ങളിലൊക്കെ പരമ്പരാഗതമായിട്ട് UDFന് മേൽക്കോയ്മയുള്ള പ്രദേശമാണ്, മേൽക്കൈയുള്ള പ്രദേശമാണ്. എന്തായാലും വഴിക്കടവ് അവരുടെ കോട്ടയായിരുന്നു. ആ കോട്ട ഇളകിയിട്ടുണ്ട്, ആ കോട്ടയിൽ കാലിടറിയിട്ടുണ്ട് എന്ന് തന്നെയാണ് നമുക്ക് ആദ്യ മണിക്കൂറിൽ വരുന്ന ഫല സൂചനകളിൽ നിന്നും വ്യക്തമാകുന്നത്. നിലവിലുള്ള ഭൂരിപക്ഷം മറികടക്കാൻ നിലമ്പൂരിൽ ആര്യാടൻ ഷൗക്കത്ത് ഇപ്പോഴും മുന്നിലാണ്. പക്ഷേ പ്രതീക്ഷിച്ച ലീഡ് ഉയർത്താനായോ എന്ന ചോദ്യം. UDF സാരഥി 11,110 വോട്ട് നേടുമ്പോൾ LDFന് 9,667 വോട്ടുകൾ നേടാനാകുന്നു. അൻവർ 4,119 വോട്ടുകൾ. അതാണ് എടുത്തു പറയേണ്ടത്. അതായത് CPM നേടിയ വോട്ടിന്റെ പകുതിയോളം നേടാൻ അൻവറിനാകുന്നു. ആര്യാടൻ ഷൗക്കത്തിനാണോ ക്ഷീണമുണ്ടാക്കുന്നത് അൻവർ എന്ന ചോദ്യം. നേരത്തെ LDFും അൻവറും ഒരുമിച്ച് നിന്നപ്പോൾ അൻവർ ആയിരുന്നു ജയിച്ചിരുന്നത്. കഴിഞ്ഞ തെരഞ്ഞെടുപ്പിൽ വലിയ ഭൂരിപക്ഷമൊന്നും ഉണ്ടായിരുന്നില്ല. അപ്പോഴും UDFന് ക്ഷീണമുണ്ടാകുമെന്ന പ്രതീക്ഷയായിരുന്നില്ല. പക്ഷേ അൻവർ LDFിൽ നിന്ന് ഇറങ്ങിപ്പോകുന്നു, ഒറ്റയ്ക്ക് മത്സരിക്കാൻ തീരുമാനിക്കുന്നു. അപ്പോഴും എന്ത് മാജിക്കാണ് സംഭവിക്കുന്നതെന്ന് ഇനിയും പിടികിട്ടുന്നില്ല. കാരണം LDFും അൻവറും ഒരുമിച്ച് നിന്നപ്പോഴാണല്ലോ അൻവർ ജയിച്ചത്. അങ്ങനെയെങ്കിൽ ക്ഷീണമുണ്ടാകേണ്ടത് LDFനല്ലേ? പക്ഷെ അങ്ങനെയല്ല സംഭവിക്കുന്നത്. ലീഗിന് സ്വാധീനമുള്ള വഴിക്കടവിൽ പ്രതീക്ഷിച്ച ലീഡിലേക്ക് ഉയരാൻ ആര്യാടൻ ഷൗക്കത്തിനാകുന്നില്ല. ലീഡിൽ മുന്നിലാണ്, സംശയമൊന്നുമില്ല. പക്ഷേ ആശങ്കയിലും അവർ തന്നെയാണ് മുന്നിൽ. കാരണം വരാനിരിക്കുന്ന പഞ്ചായത്തുകളിൽ ഇത് തുടരുമോ? പ്രതീക്ഷിച്ച ലീഡ് പ്രതീക്ഷിച്ച ഇടങ്ങളിൽ കിട്ടിയില്ലെങ്കിൽ LDFന് സ്വാധീനമുള്ള ഇടങ്ങളിലേക്ക് പോകുമ്പോൾ എന്താകും സംഭവിക്കുക? അവിടെയും അൻവർ ഇതേ നില തുടർന്നാൽ LDFന്റെ പഞ്ചായത്തുകളിലും LDF പ്രതീക്ഷിക്കുന്ന ഇടങ്ങളിലും അൻവർ ഇതേ നില തുടർന്നാൽ UDFന് ആശ്വസിക്കാം. കാരണം അൻവർ LDFന്റെയും UDFന്റെയും വോട്ടുകൾ ചോർത്തിയല്ലോ എന്ന്. ഇല്ലെങ്കിൽ UDF പ്രതീക്ഷിക്കുന്ന ഇടങ്ങളിലാണ് അൻവർ മേൽക്കൈ ഉണ്ടാക്കുന്നതെങ്കിൽ, അൻവർ വോട്ടുകൾ സമാഹരിക്കുന്നതെങ്കിൽ, അൻവറിന് വോട്ടുകൾ കിട്ടിയതെങ്കിൽ ചോദ്യം ചെയ്യപ്പെടുക UDF നേതൃത്വമാകും, VD സതീശനാകും. ലീഗിന്റെ വോട്ടുകൾ എവിടെയെന്ന ചോദ്യങ്ങൾ സ്വാഭാവികമായി ഉയരും. പക്ഷേ അൻവർ ഇതേ രീതിയിൽ LDFന്റെ പ്രതീക്ഷിക്കുന്ന ഇടങ്ങളിലും അൻവർ വോട്ടുകൾ നേടിയാൽ മാത്രമാകും ആര്യാടൻ ഷൗക്കത്തിന് വലിയ ആശ്വാസം ഉണ്ടാവുക. എങ്കിൽ പോലും ആദ്യ റൗണ്ടുകൾ നൽകുന്ന സൂചനയനുസരിച്ച് വലിയ ഭൂരിപക്ഷം, VS ജോയിയൊക്കെ പറഞ്ഞതുപോലെ കലാശക്കൊട്ടിന് വന്ന മുഴുവൻ DJയും LDFനും UDFനും NDAയ്ക്കും അൻവറിനുമൊക്കെ വന്ന DJകൾ ഞങ്ങൾ ഒരുമിച്ച് ബുക്ക് ചെയ്തിട്ടുണ്ട് വിജയം ആഘോഷിക്കാൻ എന്ന് പറഞ്ഞതാണ്. പക്ഷേ അതൊന്നും സംഭവിക്കാൻ
സാധ്യതയില്ല എന്ന് തോന്നിപ്പിക്കുന്നുണ്ട് ആദ്യ മിനിറ്റുകൾ. പക്ഷേ ലീഡ് ഇപ്പോഴും ഷൗക്കത്തിനാണ്, അക്കാര്യത്തിൽ സംശയമില്ല. പക്ഷേ ഈ നിലയ്ക്ക് തുടർന്നാൽ എന്താകും അവസ്ഥയെന്ന് ഇനിയും പറയാൻ പറ്റാത്ത നിലയാണ്. വീണ്ടും സാനു കെ സജീവിലേക്ക്. സാനു, LDF വലിയ ആശ്വാസത്തിലാണോ? UDF ഉയർന്ന ഭൂരിപക്ഷം പ്രതീക്ഷിച്ച ഇടങ്ങളിൽ പിടിച്ചു നിൽക്കാനാകുന്നു എന്നത് സ്വരാജിന്, LDFന് ഒക്കെ വലിയ ആത്മവിശ്വാസം കൊടുക്കുന്നുണ്ടോ ഇപ്പോൾ? ഷൗക്കത്ത്, 11,110